ശാരീരിക ആരോഗ്യമുണ്ടായിരുന്നിട്ടും വിഷാദരോഗത്തിൻ്റെ പേരിൽ 29 വയസ്സുകാരി സോറയ ടെർബീക്കിന് ഫിസിഷ്യൻ്റെ സഹായത്തോടെ ജീവിതം അവസാനിപ്പിക്കാൻ അനുവദിച്ച് നെതർലാൻഡ്സ്. മെയ് 22-നാണ് ദയാവധത്തിലൂടെ സോറയ ടെർബീക്ക് മരണമടഞ്ഞത്. മെച്ചപ്പെടാൻ സാധ്യതയില്ലാത്ത വിധം വിഷാദം, ഉത്കണ്ഠ, മാനസികാഘാതം തുടങ്ങിയ രോഗബാധിതരായ വ്യക്തികൾക്ക് ഔദ്യോഗികമായി ഡച്ച് ദയാവധ നിയമം അനുസരിച്ച് ആത്മഹത്യയ്ക്കുള്ള അനുമതി നൽകുന്നുണ്ട്. ഇത്തരത്തിൽ മരണമടഞ്ഞ സോറയ ടെർബീക്കിൻ്റെ മരണവാർത്ത പാശ്ചാത്യ രാജ്യങ്ങളിലുടനീളം തർക്കവിഷയമായ ചർച്ചകൾക്ക് കാരണമായിരിക്കുകയാണ്. കത്തോലിക്ക സഭ ദയാവധത്തിനെതിരായി നിരന്തരം തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിലും കാര്യമായ നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ദയാവധത്തിന് അവകാശം ഇല്ലെന്നും ദയാവധം നടത്തുന്ന ഡോക്ടർമാർക്ക് നൽകുന്ന നിയമപരമായ ഇത്തരം അനുമതികൾ യഥാർത്ഥത്തിൽ മനുഷ്യജീവനെ സംരക്ഷിക്കുക എന്ന നിലപാടിലൂന്നിയ അവരുടെ ശുശ്രൂഷയ്ക്ക് വിരുദ്ധമാണെന്നും ഡച്ച് ബിഷപ്സ് കോൺഫറൻസിലെ ബിഷപ്പുമാർ പങ്കുവച്ചിരുന്നു.